അങ്ങനെ നമ്മുടെ ഡേ 10 എത്തിയിരിക്കുകയാണ്. ഇന്നൊട്ടും മഴയില്ലാത്തതുകൊണ്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ നോർമൽ എക്സസൈസുകളെല്ലാം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. മഴ എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെട്ട് വരുന്നതെന്ന് അറിയില്ല. 2-3 ദിവസമായിട്ട് ഭയങ്കര മഴ, കറണ്ടില്ലായ്ക അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ട്. എക്സസൈസിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നോർമൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തു. അഡീഷണലായിട്ട് 1-2 ചെയ്തു. പക്ഷേ നോർമൽ ചെയ്യുന്നതിൽ 1-2 സ്കിപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ ബോഡി മൊത്തത്തിലൊന്ന് പാവണം, അത്രയേ ഉള്ളൂ. സ്കിപ്പിംഗ് റോപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് മറന്നുപോയി. അപ്പോൾ പിന്നെ ഞാൻ നോർമൽ ജോഗിങ് അങ്ങ് ചെയ്തു. എല്ലാവരും രാവിലെ പണിത്തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിനൊക്കെ ഒന്ന് സമയം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഈ രാവിലെ ചെയ്യുന്നതൊക്കെ നമുക്ക് ടൈം കിട്ടില്ല, വൈകുന്നേരം ആണെങ്കിലും ചെയ്യാം. പക്ഷേ എപ്പോഴും ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ പറയുന്നത് രാവിലെ തന്നെ ചെയ്യണം എന്നാണ്. പക്ഷേ ഈവൻ നമുക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരങ്ങളിലും ചെയ്യാം. ചിലപ്പോൾ ഞാൻ ചെയ്യാറൊക്കെ ഉണ്ട്, രാവിലെ പറ്റിയില്ലെങ്കിലൊക്കെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ടൈം കിട്ടുന്നതുകൊണ്ട് രാവിലെ തന്നെ ചെയ്യുന്നു. പക്ഷേ ഈവൻ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത്, ഫുഡ് കഴിച്ച ഉടനെ അങ്ങനെ ഒന്നും ചെയ്യരുത്. എന്നാൽ പോലും നമുക്ക് ഇപ്പോൾ രാത്രിയാണ് ഫ്രീ ടൈം കിട്ടുന്നതെങ്കിൽ അപ്പോൾ ചെയ്യാമല്ലോ. ഇത് ശരിക്കും നല്ല ഒരു എക്സസൈസാണ് കേട്ടോ, വയറ് കുറയാനൊക്കെ. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ മുട്ടിൻ്റെ വർക്കൗട്ട് ഞാൻ 2 ദിവസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഈ ഒരു എക്സസൈസ്, അതായത് നമ്മുടെ മുട്ടിൻ്റെ തേയ്മാനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളത്, അത് എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഉള്ളവർക്ക് കേട്ടോ, എനിക്കുണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ തന്നെയാണോ എന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വർക്കൗട്ട് ഇന്നത്തെ. ഇനിയിപ്പോൾ ഡേ 11 കാണാം കേട്ടോ. ഓക്കെ ദെൻ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.